ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി കോംബോ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പൂരിയുടെയും ഒരു വെറൈറ്റി ചിക്കൻ കറിയുടെയും റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. അങ്ങനെ 10 മിനിറ്റ് വെച്ചതിന് ശേഷം അതൊന്ന് സോക്കായതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഉണ്ടല്ലോ. ഇനി മൈദപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ മൈദയും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു സോഡാപ്പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുക. കുറച്ച് നേരം ഒരു 5-6 മിനിറ്റ് തന്നെ നന്നായി സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 20 മിനിറ്റേലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. അതിന് ശേഷം ചെറിയ ബോൾസായിട്ട് എടുക്കുക. എല്ലാതും ചെറിയ ബോൾസാക്കി എടുക്കുക. അതിന് ശേഷം ഇത് പരത്തിയെടുക്കുക. ഇത് നമുക്ക് പൊടി തട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ പരത്തിയെടുക്കുക. ഞാൻ ഇവിടെ മെഷീനിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. വലിയ കട്ടിയൊന്നുമില്ലാതെ വേണം ഇത് പരത്തിയെടുക്കാൻ. അപ്പോൾ പൊടി തട്ടിയിട്ട് അങ്ങനെ പരത്തിയെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പരത്തിയെടുക്കുക. ഇങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക കേട്ടോ. വലിയ കട്ടില്ലാത്ത രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. അങ്ങനെ എല്ലാതും അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നിട്ടിട്ട് പൊരിച്ചെടുക്കുക. ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പൂരി ചുട്ടെടുക്കാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. ഇത് മൈദപ്പൊടി ഇല്ലാതെ ഗോതമ്പൊടിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവട്ടെ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പഫി ആയിട്ടുള്ള പൂരി നമുക്ക് കിട്ടും. ഇനി നമുക്ക് ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഇങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ അതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ അത് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തെടുക്കുക. അതുപോലെ 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ട് അതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളി അത് ചേർത്തിട്ട് അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഉടഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അതൊക്കെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനും ഞാൻ ഒരു കേങ്ങും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ചിക്കനൊന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ചിക്കൻ. ഒരു 5-6 മിനിറ്റോളം ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുക. അതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതല്ലാതെ കൂടി ഒന്ന് ചിക്കൻ വേവുന്ന വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 8-10 കാഷ്യൂ വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മൾ കറി ഇവിടെ റെഡിയായി. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്ന് കുറുകി വരും കേട്ടോ.
അങ്ങനെ നമ്മൾ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡിയായി. നമുക്കിത് സെർവ് ചെയ്യാം. നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ഇങ്ങനെയൊന്ന് ചിക്കൻ കറി വെക്കാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കി. നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ ഒപ്പവും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ നമ്മളെ ബോരിയും ചിക്കൻ കറിയും എല്ലാം ഇവിടെ റെഡിയായി. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.